കുരുക്ക് മറികടക്കാൻ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന ദേശീയപാതയിലെ മൺകൂനയിലൂടെ കയറ്റിയ ബസ് കുടുങ്ങി. കണ്ണൂർ ഭാഗത്ത് നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടാലന്റ് ബസ്സാണ് നന്ദിയിൽ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന മൺകൂനയിൽ കുടുങ്ങിയത്. ഇതോടെ യാത്രക്കാരും ബസ് ജീവനക്കാരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. ഇതിനിടെ കണ്ടക്ടറും ഡ്രൈവറും ഇറങ്ങിയോടി. തുടർന്ന് യാത്രക്കാരും നാട്ടുകാരും ചേർന്ന് ഇവരെ പിന്തുടർന്ന് പിടികൂടി. അല്ല, ഇത് പൊളിച്ച് കിട്ടാ, ഇതൊന്നൊന്നരോട്ടാന്നല്ല. അല്ല, ഇതെന്ത് പണിയങ്ങൾ ചെയ്ത് അല്ല മാഷ. നിങ്ങൾ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞാളല്ല ഇങ്ങനെ യാത്രക്കാരെ വാ വാ വാ, കണ്ണൂർക്കാർ ആദ്യം വാ, പിന്നെ തലശ്ശേരിക്കാർ വാ, പിന്നെ വടകരക്കാർ വാ, പിന്നെ ലാസ്റ്റ് നിൽക്കാനുള്ളവർ പയ്യോളിക്കാർ വാ എന്നെല്ലാം പറഞ്ഞിട്ട് കൂട്ടി വണ്ടി കയറ്റി ഇരിപ്പിച്ചിട്ട് ടിക്കറ്റ് എല്ലാം വാങ്ങി പൈസ എല്ലാം വാങ്ങി കൈ നിങ്ങളെ പേസിൽ വെച്ചതിന് ശേഷം നന്ദിന്ന് വണ്ടി പൂണ്ടാൽ നിങ്ങൾ രണ്ടാൾ ഓടിക്കളിയാ. ഉളുപ്പില്ലാത്ത പരിപാടിയാണ് ചങ്ങായി. അത് ശരിയല്ല കേട്ടോ, ഒരുമാതിരി ബീരുത്തല്ലേ ഇതല്ലോ. ഇങ്ങനെ ഉണ്ടോ ഓട്ടോ? നിങ്ങൾ നമ്മളെ രാഷ്ട്രീയക്കാരെല്ലാം കണ്ടില്ലേ? അതാ മലപ്പുറം ജില്ലയിലെല്ലാം റോഡെല്ലാം നിങ്ങൾ നോക്കിയാണേ, പല സംഭവങ്ങളും ഉണ്ടാവും ശാസ്ത്രീയമായിട്ട്. അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറയാം. എന്നാലും ഞങ്ങൾക്ക് കണ്ട ഒറ്റ നോട്ടത്തിൽ നോക്കി കണ്ടാൽ തിരിയുന്ന ഒരു സംഗതി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോഞ്ചറ്റ് ഇട്ടിട്ടാണ് അവിടെ ഫില്ല് ചെയ്തിരിക്കുന്നത്. എല്ലാണ്ട് ഒരു ഒറ്റ മയക്കതാണ് പോകുന്നത്. ഇങ്ങനെ ഇനി ഏടെല്ലാം താഴെ കിടക്കുന്ന കാസർഗോഡ് നിന്ന് വേറെ വരുന്നു, നന്ദിന്ന് വേറെ വരുന്നു, ആടുന്ന് വരുന്നു, ഇവിടുന്ന് വരുന്നു, വാർത്തകളെല്ലാം ഇങ്ങനെ വരിക. ഇതിപ്പോൾ ഒരു 2 മഴയും കൂടി കഴിഞ്ഞാൽ റോഡ് ഉണ്ടാകുമെന്നറിയില്ല. അന്നേരം റെവലെല്ലാം ഓടുക, അതിൻ്റെ ബേക്കിൽ നിന്ന് ഓടിയാൽ പോരെ നിങ്ങൾക്ക്. നാട്ടുകാർ റെവലെല്ലാം ഓടിക്കേണ്ട ഒരു ഘട്ടം വരും. അന്നേരം നിങ്ങൾ എന്താക്കിയാൽ മതി, ഓടിയാൽ മതി.